ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ലഡു വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്തെന്ന് നോക്കാം. അപ്പോൾ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം മതിയാവൂല കേട്ടോ, ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. വീണ്ടും ആ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തിട്ട് പറയാം കേട്ടോ എത്രയാണ് ചേർത്ത് കൊടുത്തതെന്ന്. ഇനി നിങ്ങൾ കുറച്ച് വെള്ളം കൂടി പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, വീണ്ടും കുറച്ച് അതിനനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ടിയായിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ലൂസായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് തികച്ചില്ല. 1 കപ്പിന് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ കുറവുണ്ട് കേട്ടോ വെള്ളം. അത്രയും അളവാണ് ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളെ മാവുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അതിനനുസരിച്ച് പിന്നെ നമുക്ക് ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്തിട്ട് ടൈറ്റ് ആക്കാം. അഥവാ ഇനി ലൂസാക്കിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതുപോലൊരു ഹോളുള്ള തവിയിലൂടെ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കണ്ടോ, ഇത് ശരിക്കൊരു ബോളായിട്ടല്ല വരുന്നത്, കുറച്ചൊരു പരന്ന രൂപത്തിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ മാവ് ലൂസായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ 1 ടീസ്പൂണും കൂടെ പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കോരിയിലൂടെ ഇത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു സ്ഥലത്ത് തന്നെ വെക്കരുത് കേട്ടോ, ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് ആവാനും പാടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ചാടുമ്പോൾ ഇതാകെ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ബോളായിട്ടുള്ള ബൂന്തി കിട്ടില്ല. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് കോരിയെടുക്കാം. ഒരുപാട് നേരം ഇത് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല നമുക്ക് ലഡു. അപ്പോൾ നല്ല ചതങ്ങിയ ആ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കാം, അല്ലെങ്കിൽ ഇത് മൂത്ത് പോവും. അപ്പോൾ നമുക്കിതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് ഇങ്ങനെ കോരിയിടാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ കോരിയും കൊണ്ട് കോരിയാവുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് പോകും. അപ്പോൾ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്ക് ലഡു ഒട്ടും സോഫ്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഒട്ടും ക്രിസ്പി ആവാതെ വേണം നമ്മൾ എണ്ണയിൽ നിന്ന് ഇത് എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ എടുത്ത് നോക്കിയാൽ ഇതിങ്ങനെ ചതഞ്ഞ് പോകണം, ക്രിസ്പി ആയി പോകരുത്, ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു പോകരുത്. ഞെക്കി നോക്കിയാൽ ഇതുപോലെ ഇങ്ങനെ ചതഞ്ഞിരിക്കുന്ന ആ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി നമ്മളിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലപ്പൊടിയിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് തിളച്ച് പഞ്ചസാരയൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഒരുപാട് കട്ടിയായി പോവരുത്. ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ഉരുകി കിട്ടിയാൽ കറക്റ്റ് ആയിരിക്കും. ഇനി പഞ്ചസാര ഉരുകി വരുമ്പോഴത്തേന് നിങ്ങൾക്ക് അത് തിളച്ച് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാരപ്പാനി ഒന്ന് എടുത്ത് നോക്കിയാൽ നമുക്കിതുപോലെ വിരലിലൊന്ന് ഒട്ടുന്ന ആ ഒരു പാകത്തിലായാൽ മതി.
പാനി ഒരുപാട് തിക്കാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഡു പിടിക്കാൻ കഴിയില്ല. അപ്പോൾ ചൂടാറി വരുമ്പോഴേക്കും പഞ്ചസാരയൊക്കെ ക്രിസ്റ്റലായിട്ട് വരും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വെക്കുക. കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ ഇതൊന്നും കൂടെ ചൂടാറി വരുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് പിടിച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി നോക്കണം കേട്ടോ. അപ്പോൾ ആ ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് ഒന്നും കൂടെ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് ഏകദേശം ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് അത് കയ്യിലാക്കി കൊടുത്തിട്ട് ഇന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി വെക്കാം. ഈ സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊരു ചൂടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വെക്കാം. ചെറിയൊരു ഷേപ്പാക്കി വെക്കാം. പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റാവുന്ന സമയത്ത് ഒന്ന് നല്ല ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം പിടിച്ച് വെച്ചിട്ടുള്ള ലഡു ഒക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നല്ല ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ ഓരോ നെയ്യിൽ വറുത്ത കിസ്മിസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു സമയത്ത് നന്നായിട്ട് നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ലഡു തയ്യാറാക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ബൂന്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ക്രിസ്പിയായി പോകാൻ പാടില്ല. രണ്ടാമത്തേത്, ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോഴാണ് അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്